സ്ക്വയർ ഷേപ്പില് ഒരു പെട്ടി പോലെ കാണുന്നു. അതാണ് പള്ളി. എന്റെ ഫേവറേറ്റ് സിനമൺ. വെൽക്കം ടു റിമി ടോമീസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറെ നാളെയാണ് ഈസ്റ്ററിന്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ട് ഞാൻ ഒന്നും വിടുന്നില്ല അല്ലേ. ആ ഇടാണ്ട് അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഇതാ. പക്ഷെ പലരും ഇപ്പൊ കാണുമ്പോൾ എനിക്ക് എന്താ വ്ളോഗ് ഇല്ലാത്തതെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഇത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മള് 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടെങ്കിൽ എങ്ങനെ ആ ചാനൽ അന്യം നിന്ന് പോകാൻ അനുവദിക്കരുതല്ലോ. അപ്പൊ ഒരു മാസമായിട്ട് ഞാൻ ഒരു USA ട്രിപ്പിലായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് ഫോട്ടോസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് മഴക്കാലമായപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോ കുറച്ച് ഒരു 1 month ട്രിപ്പ് ഫുൾ ആയിട്ട് ഒരു എപ്പിസോഡായിട്ട് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോറടിക്കും. എനിക്കും അത് എങ്ങനെ ഇടണമെന്നൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാനിപ്പോ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അരിസോണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഷോയ്ക്ക് ചെന്നപ്പോ അവിടെ സെഡോണ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പോയതും, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് അവിടെ നമ്മൾ താമസിക്കുന്ന ലാക്വിൻറ്റ ഹോട്ടലിന്റെ അടുത്ത് ഒരു മാളിൽ പോയതും, ഇങ്ങനെ ഒരു 2 കാര്യങ്ങൾ. പ്രത്യേകിച്ച് ആ പള്ളി ഒരു സംഭവം തന്നെയായിരുന്നു. നമ്മൾ എത്ര പള്ളികൾ അബ്രോഡ് പോയിട്ടുണ്ടെങ്കിലും ഈ പള്ളിക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ലോകത്ത് നമ്മൾ എന്താ കാണുന്നത്, ഇതൊക്കെ വരച്ചു വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്ന ഒരു പാറകളുടെ മുകളിൽ ഹൈറ്റ്, ചുറ്റും പാറ, എന്താ പറയാ, ആ പാറക്ക് എന്തോ റെഡ് റോക്സ്, അതിന്റെ മേലെ ഒരു പള്ളി. അരിസോണയിൽ വരുന്ന തന്നെ ഗ്രാൻഡ് കാനിയൻ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ വണ്ടേഴ്സ് ആണ്. വൺ ഓഫ് ദ നാച്ചുറൽ വണ്ടേഴ്സ്. ഗ്രാൻഡ് കാനിയൻ ഞാൻ ഓൾറെഡി പോയതാണ്. പിന്നെ ഈ സെഡോണ എന്ന് പറഞ്ഞ സ്ഥലവുമാണ് അരിസോണയുടെ 1-2 പ്രധാനപ്പെട്ട മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടുകൾ. അരിസോണയിലെ സെഡോണയിലെ എന്താ പറയാ മനോഹരമായ ചർച്ച് കാണാൻ നിങ്ങളെതാ ഞാൻ ക്ഷണിക്കുന്നു ഈ എപ്പിസോഡിലൂടെ. നമ്മളത് ഇതിന്റെ മുകളിലായിട്ടൊരു പള്ളി കണ്ടു, ഒരു ചാപ്പല്. അതിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വണ്ടി എല്ലാം ക്യൂവാ. ഇതിന്റെ ഇടയിൽ ഒരു പള്ളി, ചാപ്പൽ ഓഫ് ഹോളി ക്രോസ്. ആലോചിച്ചേക്ക്. ഓ എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് നോക്കിയേ. നമ്മൾ ഏകദേശം ഇതേ സൈഡാണ്. ഇത് കാണാൻ റെഡ് റോക്ക് കാണാനാണ് ഇവിടെ എല്ലാരും വരുന്നത്. പുറകെ കാണുന്നത് റെഡ് റോഡ്. സെഡോണയിൽ വരുന്ന ആ ഒരു എന്താ പറയാ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും ഒരു നാച്ചുറലി അല്ലേ, ഒരു നാച്ചുറൽ വണ്ടേഴ്സിൽ ഇതൊക്കെ പെടും. അതുപോലെ ആൾക്കാർ ഫുള്ള് വണ്ടി നിർത്തിയേക്കുക ഇത് കാണാൻ വേണ്ടി. ഇത് ചുറ്റും കാണുമ്പോൾ തന്നെ ഈ ചോപ്പ് ഇഷ്ടിക പോലെ ഈ ഒരു കളറേ ഉള്ളൂ. അതാണ് ചുമന്ന പാറ എന്ന് പറയണത്. ഇത് മനുഷ്യേട്ടൻ നമ്മളെ ചേട്ടാ ഇവിടുത്തെ അരിസോണയില് എന്താ പറയാ ഒരുപാട് ഷോസ് കൊണ്ടുവരും. പിന്നെ ഒരുപാട് സിനിമകളൊക്കെ, മലയാള സിനിമകളൊക്കെ എല്ലാം ഫ്രഷ് ആയിട്ട് ഇവിടെ മലയാളികളെ കാണിക്കുന്ന ആളാണ്. എവിടാ റിങ്കു സ്ഥലം? നല്ല ഭയങ്കര തണുപ്പ്. അരിസോണ ചൂടാണ്, ഇത് ഭയങ്കര തണുപ്പ്. Shaped by the sea, an ancient tropical beach oasis. ഇതാണ് ആ ചാപ്പല്. മുകളിലോട്ട് എല്ലാരും പോവാ. ഇവിടെ കുർബാന ഉണ്ട് കേട്ടോ. ഇതാ പള്ളിയിലോട്ട് പോണ വഴിയാണേ. ഇതൊരു സംഭവം തന്നെയാ കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പാറയുടെ ഇടയിൽ ഇതോ ആ കാണുന്നതാണ് പള്ളി. ഇത് കണ്ടോ ആ സ്ക്വയർ ഷേപ്പില് ഒരു പെട്ടി പോലെ കാണുന്നു, അതാണ് പള്ളി.
ഹോളി ക്രോസ് ഇത്രയും ഈ ചുറ്റും കാണുന്ന ഇതിന്റെ ഇടയില് ഇതൊരു ബോക്സ് പോലത്തെ ഒരു പള്ളി, ഫേമസ് ചർച്ചാണ്. ഇങ്ങനെ ഒരു രൂപം ഒരുപക്ഷെ നമ്മൾ വളരെ ഒരിടത്തും തന്നെ കാണാൻ പറ്റത്തില്ല. കാരണം ഇതിൽ നമുക്ക് എല്ലാം യേശുക്രിസ്തുവിൻ്റെ പടം നേരെയാണ് ഈ രൂപം ഇരിക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ നോക്കുന്ന പോലത്തെ ഫീലാണ്. താഴോട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെ തന്നെ നോക്കുന്ന പോലത്തെ ജീസസ് ഈസ് ലുക്കിംഗ് ഇൻ ടു യു പുറത്ത് എഴുതി വെച്ചിട്ടില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് ഈ രൂപത്തിന്. താഴോട്ട് ഗിഫ്റ്റ് ഷോപ്പാണ്. അങ്ങനെ ഞങ്ങള് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് നേരെ പോവാ. നമ്മൾ കുറച്ച് ഷോപ്സ് ഒക്കെ ഉള്ള സ്ഥലത്തോട്ട് പോവാ. മരത്തിന്റെ ഒക്കെ ഇതും കൊണ്ട് ടെക്സാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കുന്ന അവരുടെ സ്റ്റേക്ക് ഇതൊക്കെയല്ലേ. അപ്പം അതിന് ഇത് കണ്ട അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. നല്ല ഭംഗിയുള്ള നല്ല എന്താ കളർ, നേവി ബ്ലൂ, എന്തേത് ഒരു പ്രത്യേക തരം ബ്ലൂ. പിങ്ക് ടാക്സി, ആ ചെറിയ ഈ ഓടിക്കുന്ന അഡ്വഞ്ചർ സെന്റർ. അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. കൊച്ചു കൊച്ചു കടകള്, ഇതിന്റെ ഇടയിൽ എന്തോ ഒരു ഹയാത്തടക്കം എത്ര വലിയ റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്സ് കേട്ടോ. ഷോപ്പിംഗ് ഏരിയ ഇതൊന്നുമല്ല, ഇതിന് ചുറ്റുമുണ്ട്. ഞാൻ പിന്നെ എനിക്ക് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, കാരണം നല്ല തണുപ്പ്, നമ്മൾ സ്വെറ്റർ എടുത്തില്ല. എല്ലാം ഈ ഒരു കളറാണ്. ഇന്ത്യൻ ടച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ അല്ല കേട്ടോ, വേറെ ഇവിടുത്തെ ഇതാണ്, നേറ്റീവ് അമേരിക്കൻ ജ്വല്ലറി. കൗബോയ് ക്ലബ്ബ്. ആ കേറാം. ഞങ്ങളപ്പോ ഇവിടുന്ന് തന്നെ, ഇവിടെ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ സൈഡില് ബാർ ടേബിൾ കിട്ടി. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചു. നീ എന്താണ് ഓർഡർ ചെയ്യുന്നത്? നിന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് മാറിയല്ലോ. നല്ല ഇന്റീരിയർ നോക്കി, വെൽഡൺ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കരിച്ച് മൊരിച്ച് അവര് തന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേക്ക് നന്നായിട്ട് എനിക്ക് തോന്നുന്നു, കാരണം ഇതിന്റെ ഇവിടെ വെച്ചേക്ക് നോക്കാം, മറ്റേ പോത്തിന്റെ കാളയുടെ ഒക്കെ കൊമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ. ഇത് നമ്മുടെ മനുച്ചേട്ടൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ, സെയിം മാഷ് പൊട്ടറ്റോ, സെയിം ഗ്രിൽ വെജിറ്റബിൾസ്. ഞാനും ഡ്രിങ്ക് കൊടുക്കുന്ന പോർക്ക് അല്ല, ബീഫിന്റെ തന്നെ വേറൊരു ടൈപ്പ്, എന്റെ കുറച്ച് വേറൊരു ടൈപ്പ്. ഉഗ്രൻ കത്തി കണ്ടോ, ശരിക്കും ഒറിജിനൽ വലിയ നമ്മുടെ നാട്ടിലെ കത്തിയൊക്കെ അത് വേണം. കാരണം
കഴിച്ചു കാണിക്കാം. അത്രയും നല്ല വെൽ ഡൺ ആയിട്ട് കുക്കാണ്. നല്ല കരിച്ച് മുരിച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊരിക്കലും മറക്കൂല. ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീംസ് ആണ്. അതിന്റെ കുറെ ഫ്ലേവർ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ആണെന്ന് തോന്നിയത്. അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ തൊട്ടടുത്തൊരു എനിക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കഴിക്കണമെന്ന് ഭയങ്കര കൊതി. ബോബൺ ചോക്ലേറ്റ് ചിപ്പ്, പീക്കൺ പൈ. തനിക്ക് പിടിക്കുന്ന മധുരം. വെറൈറ്റി മാലകളൊക്കെ ജെന്യുവൻ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് സ്റ്റെർലിംഗ് സിൽവർ ആണ്. അപ്പൊ നമ്മള് സെഡോണയ്ക്ക് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഒരു മെമ്മറബിൾ ഡേ ആക്കി മാറ്റി. ഇതാ നമ്മുടെ റെഡ് റോക്കിലൂടെ നമ്മൾ ബൈ ബൈ പറയുകയാണ്. ഇങ്ങനെ ഒരു നല്ല ദിവസം നമുക്ക് സാധ്യമാക്കി തന്ന നമ്മുടെ മനു ചേട്ടൻ ഒരു സ്പെഷ്യൽ താങ്ക്സ്. അദ്ദേഹമാണ്. എനിക്കൊരു ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവന് ലൈസൻസ് പ്രശ്നമാണ്. ആഗ്രഹം മനസ്സിൽ കടിച്ചു പിടിച്ചൊതുക്കി വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ബൈ ബൈ സെഡോണ, ബൈ ബൈ റെഡ് റോക്ക്, ബൈ ബൈ. ഇത് നമ്മുടെ ഹോട്ടൽ അവിടെയാണെങ്കിൽ അവിടുന്ന് ജസ്റ്റ് ഇതാ നടന്നു വരുമ്പോഴത്തേക്കും ഈ ഹോട്ടൽ നമ്മുടെ റെസ്റ്റോറന്റ്. ഞാൻ ഇങ്ങനെ നോക്കി വെച്ചേക്കുന്ന ഹോട്ടൽ എല്ലാവരും പറഞ്ഞു നല്ലതാണ്. ഓൾഡ് കൺട്രി സ്റ്റോർ. അപ്പം ഞാനിന്നിവിടെ പോയിട്ട് ഇവിടുത്തെ സ്റ്റേക്ക് ഭയങ്കര ഫേമസ് ആണ്. ഒരു പഴയ കണ്ട ഇത് റെസ്റ്റോറൻറ്റാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പുറത്തുനിന്ന് നോക്കാൻ നമുക്ക് റെസ്റ്റോറൻ്റ് ആയിട്ട് തോന്നില്ല. ഏതോ ഒരു ഇങ്ങനെ എന്തോ കമ്പനി പോലെയൊക്കെ ഇങ്ങനെ ട്രക്ക് വണ്ടി പോലെയൊക്കെ തോന്നുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. നല്ല പ്രൈവസിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാരണം. വലിയ തിരക്കില്ല, ആരും നമ്മളെ നോക്കണില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യണു, നമ്മളെവിടെ പോകണു എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരില്ല. റെസ്റ്റോറന്റ് എത്തി. നമ്മുടെ നാത്തൂനൊക്കെ എന്നോട് പറഞ്ഞു പതുക്കെ എടുക്കണേ ചേച്ചി ഈ വീഡിയോ. എനിക്ക് അങ്ങനെ ജന്മം ചെയ്തെടുക്കാൻ അറിയില്ല. കയറി വരുമ്പോ കുറെ ഷോപ്സ് ഒക്കെ. എവിടെയാണ് റെസ്റ്റോറന്റ്? അജുവിന്റെ കുറ്റിമണിയുടെ ഡ്രസ്സ്, അജുവിന്റെ ചക്കര ഡ്രസ്സ്. നമ്മൾ പതുക്കെ റെസ്റ്റോറന്റിലോട്ട് പോവാ. ഇതേ ഓർഡർ ചെയ്തുള്ളൂ. ഗ്രിൽ ചിക്കൻ വിത്ത് ബേക്കൺ, മാഷ് പൊട്ടറ്റോ, കുറച്ച് ബീൻസ്. ഇത് തന്നെ ഒരാൾക്ക് കഴിക്കാൻ കൂടുതലാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പം ഇവിടെ നമ്മൾ എത്തിക്കുന്നത് ലാ ക്വിൻറ്റ എന്ന് പറഞ്ഞ നമ്മുടെ ഏത് സ്ഥലം ഇത്? അരിസോണയിൽ ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമല്ല, പക്ഷെ എന്നാലും പ്രോഗ്രാംസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ. 2017 ഞാൻ ഇതിനു മുമ്പ് വന്നത്. നമ്മുടെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ അധികം ഒരു എന്താ പറയുക, നോർമൽ US ബാക്കി സ്റ്റേറ്റ്സ് പോലെ ഭയങ്കര തണുപ്പൊന്നുമില്ല. ഇതൊരു മരുഭൂമിയാണ്, ഒരു ഗൾഫ് രീതിയിലാണ് ഇതിന്റെ ഒരു കൂടുതലും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ ലാസ് വേഗാസ് ഒക്കെ അങ്ങനെയാണ്. പക്ഷെ ഇതുകൊണ്ട് ഇവിടെ ഒരു പച്ചപ്പൊന്നും വളരെ കുറവാണ്. ഇതാണ് നമ്മുടെ ഒരു വീട് പോലെ ഇരിക്കുന്ന ഹോട്ടൽ. നല്ല രസമുണ്ട്. അപ്പം ഇന്ന് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു നമ്മളിപ്പോൾ ചൊവ്വാഴ്ച എത്തി. ഇനി ബുധൻ വ്യാഴം വെള്ളി പ്രോഗ്രാം ഇല്ല.
ഇനി ശനി ഞായറും ഉള്ളു. അപ്പൊ അതുവരെ വല്ല ഷോപ്പിംഗ് മാളിലോ നെയിലൊക്കെ ചിലപ്പോൾ ശരിയാക്കാനോ അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങാനോ ഒരു സ്പായ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ കറങ്ങി നടക്കും. പിന്നെ നാളെ ഗ്രാൻഡ് കാനിയൻ കാണാൻ പോകുന്നുണ്ട്. അത് ശരിക്കും ഇതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഇത് കാണാൻ വേണ്ടി തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നത് 7 വണ്ടേഴ്സിൽ ഒരു കാര്യം തന്നെയാണ്. അത് ഞാനൊന്നും കൂടെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറയാം. 2017 ഞാൻ പോയായിരുന്നു. അതിന്റെ പിക്ചേഴ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഹോട്ടലാണല്ലോ, നല്ല രസം. നേരെ അതിന് തൊട്ടടുത്തുള്ള ഒരു മാളിലെത്തി. പിക്കിൾ മാൾ. പിക്കിൾ മാൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇവിടെ ഒരു സിന്നമണ്ടി ഒരെണ്ണമുണ്ട്. ഇതാണ് ഞാൻ പ്രെറ്റ്സെൽസ് എന്ന് പറയുന്നത്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരിവിടെ ഉണ്ടാക്കണുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ വരും. ദേശീയ ഇതാട്ടോ എന്റെ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ഇതിന്റെ ഷുഗർ, അതായത് സിന്നമൺ ടൈപ്പ്. എന്റെ ഫേവറേറ്റ് സിന്നമൺ. അതിന്റെ ബില്ല് ഒന്നോ രണ്ടോ കഴിക്കാം. പക്ഷെ അതിനുശേഷം ഇത്ര എന്ത് ചെയ്യാൻ ഇനിയും ബ്രാൻഡി കഴിക്കട്ടെ. യെല്ലോ ബ്രാൻഡി. ഒരു സംഭവം വെറൈറ്റി അടിപൊളിയായി. നമ്മുടെ മാളിലൊന്നും അങ്ങനെ കാണാത്ത. എന്റെ ഈശ്വര, എന്ത് ഡ്രസ്സാ ഇത്! അത് ഞാൻ ഈ ഷോസിന് ഇടുന്ന പോലത്തെ തന്നെ. ഓൾറെഡി നമുക്കിപ്പോ ഈ ഡൊമസ്റ്റിക് ട്രാവൽ ഒത്തിരി ഉണ്ടായിട്ട് നമുക്ക് ഇവിടുന്ന് ഒന്നും മേടിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഷോസിന് ഇടുന്ന ടൈപ്പ് സെയിം. ये फ्रॉक देखो, कुर्ती अंडर का ये वाला आप पहनेगा तो कैसा लगेगा? എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വണ്ടികൾ വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ടോയ് ഇങ്ങനെ വരും പിള്ളേർക്ക്. ഇതൊരു എനിക്ക് നല്ല വയറുണ്ടായിരുന്ന സമയത്ത്, നല്ല തടി ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ഇവിടുന്ന് US നിന്ന് തന്നെ മേടിക്കുന്ന സാരിയുടെ അടിയിലൊക്കെ നിങ്ങൾക്ക് പഴയ 113 കാണാം.
വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ആ സ്വീറ്റ്സ് നോക്കിയത്. ഫ്രോസൺ ബനാന ചീസ് കേക്ക്. സൈഡിൽ മൊത്തം പിള്ളേർക്ക് കളിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാരും കുടിക്കണാണ്. ഭയങ്കര ചൂടൊക്കെ ഉള്ളപ്പോഴും ഭയങ്കര ചൂടുള്ള സ്ഥലമല്ലേ ഇവിടെ. ഇങ്ങനെ നമ്മുടെ ഈ സർബത്ത് പോലെയൊക്കെ സ്ട്രോബെറി, ലെമൺ, പൈനാപ്പിൾ, ഫ്ലാഷ് കണ്ട. ഓക്കെ രസമുണ്ടല്ലേ. പൈനാപ്പിൾ, സ്പിനച്ച്, ബനാനാസ് ആൻഡ് ക്രീം. അതിങ്ങനെയായിരിക്കും അതിന്റെ ഫൈനല്. സ്പ്ലാഷ്, ചൂട്, സ്ട്രോബെറി ആൻഡ് ക്രീം. ഇതാണ് സ്ട്രോബെറി ക്രീം കൂടെ ഉള്ളത്. എനിക്ക് ഈ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. ഹെഗൻഡാസ്. പ്രൊനൗൺസ് ചെയ്യുന്നൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും. അതാണ് ഫൈനലി ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ വരും. സ്റ്റോൺ ആണ് ഇത്. എന്താ എനിക്ക് ഭയങ്കര എന്താ പോലെ തോന്നല്ലേ ഇത്. ബ്ലാക്ക് മാർക്കറ്റ് മിനറൽസ്. ഫുള്ള് കല്ലുകള്. ഭയങ്കര പൈസയാ. ഇത് amethyst is a variety of differs from ordinary quartz crystal because of its purple color. എന്താ ഇത് നോക്ക്. കല്ല് അങ്ങനെ എന്താണ് ഹാർട്ടിന്റെ ഷേപ്പില്. മുട്ട. സിമ്പിൾ ഓഫ് ഹോപ്പ് ആൻഡ് പ്യൂരിറ്റി, റീബർത്ത്, ഫെർട്ടിലിറ്റി ആൻഡ് ഗുഡ് ലക്ക്. അതിന്റെ സിമ്പിൾ ആണെന്നത്. ഇത് നമുക്ക് ഏത് കളറിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഏത് കളർ വേണം? വൈറ്റ് മതിയോ ഇങ്ങനെ ആലോചിക്കാണ്. തൊട്ടേ എനിപ്പേ തൊട്ടേ ചോണേണ്ട തൊട്. അയ്യോ ശരിക്കാണോ? അല്ല. ഇവരാണ് നമ്മുടെ ഓർക്കസ്ട്രയിലെ ഒരാൾ ഗിറ്റാറിസ്റ്റ് അനൂപ്, അതേപോലെ സുമിത് തബല. ഇവരും മാളില് ഷോപ്പിങ്ങിന് വന്നതായിരുന്നു. ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ട് കേട്ടോ. ഈ ചേട്ടനാണ് നമ്മളെ അരിസോണ അസോസിയേഷനിലെ അല്ലേ പേര്? ജോഷി ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നേക്കുന്ന. ഈ കുഞ്ഞ് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ മെസ്സേജിലൂടെ അറിയിക്കണം, കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അമേരിക്കൻ വിശേഷങ്ങൾ കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ എന്തായാലും ഇടും. ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവരെന്തായാലും കാണുന്നുള്ള വിശ്വാസത്തിൽ. കാരണം എനിക്കിത് എന്തായാലും കുറേ വർഷം കഴിയുമ്പോൾ അങ്ങനെ ഓർക്കാൻ നല്ല മെമ്മറീസിൽ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്ര കൂടിയായിരുന്നു. ഇതിനു മുമ്പൊക്കെ പോയപ്പോഴൊന്നും അന്ന് യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല.
അപ്പോൾ പല പല സ്ഥലങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ ഇതുപോലെ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.